Oh yes! Welcome back to NM Classroom. This is our last class. നിത്യഭ്യാസി ആനനെടുക്കും, ആനനെ പൊക്കും എന്ന് പറഞ്ഞ പോലെ കൺസിസ്റ്റന്റ് ആയ ഒരു എഫേർട്ടിലൂടെ യെസ് യു റീച്ച്ഡ് ടു ദാറ്റ് ലെവൽ. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞൂടാ, ഇനി ഒരു തേങ്ങയും പേടിക്കാനില്ല. സോ എലമെന്റ് 4-ലെ ലാസ്റ്റത്തെ 2 യൂണിറ്റ് ക്ലബ് ചെയ്ത് നമ്മൾ ഈ യൂണിറ്റിൽ കൂടെ പെടക്കാണ്. ശ്രദ്ധിച്ചിരിക്കട്ടാ, പൊളിച്ചിരിക്കട്ടാ. അപ്പോ നമ്മൾ പറഞ്ഞത് ലാസ്റ്റത്തെ എലമെന്റുകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും മോണിറ്ററിങ്, നമ്മൾ പറഞ്ഞു ആക്റ്റീവ് റിയാക്റ്റീവ് മോണിറ്ററിങ് പറഞ്ഞു, ആക്സിഡന്റിനെ റിപ്പോർട്ട് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് ഓഡിറ്റിംഗ്. നമ്മൾ ആ കീ എലമെന്റ്സ് ഓഫ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം ഓർമ്മയില്ലേ? ശരിക്കും ILO ISH 2001 മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പറഞ്ഞത് പോളിസി, ഓർഗനൈസിങ്, പ്ലാനിങ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ. അവിടെ മുതൽ ശരിക്കും 4th എലമെന്റിലേക്ക് വരുന്നുണ്ട് അല്ലെ. ഇവാലുവേഷനിൽ ആക്റ്റീവ് റിയാക്റ്റീവ് മോണിറ്ററിംഗ് വരുന്നുണ്ട് അല്ലെ. ആക്ഷൻ ഫോർ ഇംപ്രൂവ്മെന്റ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്ററിലെ റിവ്യൂ കടന്നു വരുന്നത്. കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റിനാണ് റിവ്യൂ കടന്നു വരുന്നത്. ഓഡിറ്റിംഗ് ഇതിൽ വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞു. ഓക്കെ, സോ ഫൈൻ. അപ്പൊ നമുക്ക് അതിലെ ഫസ്റ്റ് പോർഷൻ നോക്കാം. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റിംഗ്. ഗെറ്റ് റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് പോർഷൻ ഈസ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റിംഗ്. ഇവിടെ ശ്രദ്ധിക്കുക, ഓഡിറ്റിംഗ് നമുക്ക് കേട്ടിട്ടുണ്ടാ? എന്ത് ഓഡിറ്റിംഗ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് കേട്ടിട്ടുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ചെയ്യുന്ന ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് കേട്ടിട്ടുണ്ട്. ഓഡിറ്റിംഗ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയണ്ട വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് +2 ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് സയൻസ് ഗ്രൂപ്പ് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ എന്തെടുക്കും ഒരു പിടുത്തമില്ല എന്ന് പറഞ്ഞിട്ട് ആരും എടുക്കാത്ത ഒരു സാധനം പോയി എടുക്കണം. മാത്സ് കാര്യമായിട്ട് ഇഷ്ടമല്ലാത്ത ഞാൻ പോയിട്ട് ഓടിച്ചെന്നിട്ട് ഒരു കരിയർ എക്സ്പേർട്ട് എന്നോട് പറഞ്ഞേ, എടാ നീ ഒരു കാര്യം ചെയ്യുന്നത്, എഞ്ചിനീയേഴ്സ് കുറേ ഉണ്ട്, ഡോക്ടേഴ്സ് കുറേ ഉണ്ട്, എടുക്കണ്ട, ഗോ ഫോർ CA. തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണും, ആയിരക്കണക്കിന് 10,000-കണക്കിന് എഞ്ചിനീയേഴ്സിനെ കാണും, പക്ഷെ എത്ര ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ കാണും എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോൾ 3-4 പേരുള്ളൂ. മാത്രമല്ല നിന്റെ ഒരൊറ്റ ഒപ്പിന് 3.5-4 ലക്ഷം ഉറുപ്പ്യ കിട്ടുന്നു പറഞ്ഞു. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഇറങ്ങിയോടി ഒരു സ്റ്റേഷനിൽ കടയിൽ പോയി നേരെ 200 പേജിന്റെ ബുക്ക് മേടിച്ചു, ഒപ്പിട്ട് പഠിച്ചു. അങ്ങനെ CA കോഴ്സിന് പോയി ചേർന്ന് 8 പൊട്ടിപ്പോന്നു. എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് മാത്സും നമ്പേഴ്സിനോടുള്ള ഇഷ്ടവും. മനസ്സിലായില്ലേ? ഓഡിറ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് പരിപാടിക്ക് അതാണ് ഓർമ്മ. അന്നാള് പറഞ്ഞു ഓഡിറ്റിംഗ് ഇട നമ്മളെ ജോലി AC റൂമിൽ ഇരുന്നിട്ടേ ഈ ഇതൊക്കെ ജസ്റ്റ് നോക്കി ടിക്കറ്റ് പോയാൽ മതി, കാശ് കുറെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് CAക്ക് പോയി. ഇവിടത്തെ ഓഡിറ്റിംഗ് എന്തല്ല, ആ ഓഡിറ്റിംഗ് അല്ല. അങ്ങനെ ആരും പേടിച്ചു ഓഡിറ്റർ ആവാണ്ടിരിക്കും വേണ്ട കേട്ടാ. അതാ ഞാനത് പറഞ്ഞത്. അപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഉറപ്പായിട്ടും തലമണ്ടോണ്ടുള്ള ജോലിയാണ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 കാര്യങ്ങൾ പറയാം. ഓഡിറ്റിംഗ് ഈസ് ഓൾവേസ് എ സിസ്റ്റമാറ്റിക് വൺ ആഫ്റ്റർ അനദർ. സിസ്റ്റമാറ്റിക് ആയ ഒബ്ജക്റ്റീവായ ഒരു ലക്ഷ്യമുണ്ട് ഓഡിറ്റിങ്ങിന്. എന്താണ് ലക്ഷ്യം? ഇവിടുത്തെ ഫോൾട്ടിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് റെക്കമെൻഡഡ് ആക്ഷൻ കൊടുക്കുക എന്നാണ് ഓഡിറ്റിങ്ങിന്റെ ലക്ഷ്യം. ഒബ്ജക്റ്റീവായ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ്. എന്ത്? നമ്മളെ പഞ്ചസാര പരത്തിയിട്ട് നമ്മളോട് പറഞ്ഞു തരൂല, മറിച്ച് വിമർശിച്ചിട്ടായിരിക്കും പറയാം. ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ആണ്. എന്ത് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ? ഹൗ വെൽ ഓർഗനൈസേഷൻ മാനേജ്മെന്റ് സിസ്റ്റം ഈസ് പെർഫോംഡ്. ഈ ഓർഗനൈസേഷന്റെ മാനേജ്മെന്റ് സിസ്റ്റം എത്ര നന്നായി, ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എത്ര നന്നായി പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ബൈ എക്സാമിനിങ് എവിഡൻസ് സഹിതം പരിശോധിച്ചുകൊണ്ട് ഈ ഓർഗനൈസേഷന്റെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാനുള്ള സിസ്റ്റമാറ്റിക് ഒബ്ജക്റ്റീവ് ക്രിട്ടിക്കൽ ഇവാലുവേഷന്റെ പേരാണ് എന്ത്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റ്. ഇത് ഡെഫിനിഷനായിട്ട് ആരും കാണാൻ പാഠം പഠിക്കണ്ടട്ടാ. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് എന്ന് വെച്ചാൽ മൊത്തം അത്രയും കോംപ്രഹെൻസീവില് പോയിട്ടുള്ള ഒരു ചെക്കിംഗ് ആണ് എന്ത്? ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റിംഗ് എന്ന് പറയണേ. അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കുറേ ഡോക്യുമെന്റ്സ് ആവശ്യം, ഒക്കെ ചെക്ക് ചെയ്യും, എവിഡൻസുകളൊക്കെ ചെക്ക് ചെയ്ത് ഇൻസ്പെക്ട് ഒക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക? ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ ഓഡിറ്റിങ്ങിന്റെ മൊത്തത്തിലുള്ള ഒരു ഫ്രെയിം നമുക്ക് നോക്കാടാം. ഓഡിറ്റിങ്ങും ഇൻസ്പെക്ഷനും ഒറ്റയടിക്ക് സെയിം പ്രോസസ് ആണെന്ന് തോന്നുമെങ്കിലും ഈസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ? എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ ഓഡിറ്റിംഗ് ഇൻസ്പെക്ഷനും? ഉറപ്പായിട്ടും ഉണ്ടടാ. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞൊന്നുമില്ലല്ലോ, നമ്മൾ ഇൻസ്പെക്ട് ചെയ്തതല്ല. IG2 വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ചെക്ക് ദ വർക്ക് പ്ലേസ്. നമ്മൾ വർക്ക് പ്ലേസ് ചെക്ക് ചെയ്തു, അവിടെയുള്ള സ്റ്റാഫിനായിട്ട് എന്ത് ചെയ്തു? സംസാരിച്ചു. ദാറ്റ് മീൻസ് ഇന്റർവ്യൂ ദ വർക്ക് ഫോഴ്സ്.
അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. ടൈം കുറച്ച് മതിയായിരുന്നു അല്ലെ, ലെസ് ടൈം മതി. കോസ്റ്റോ ലെസ് കോസ്റ്റും മതി. അന്നത്തെ ദിവസമുള്ള നാരങ്ങളുടെ കാശ് മാത്രം പോയിട്ടുള്ളൂ, ലെസ് കോസ്റ്റ്. പക്ഷെ ഓഡിറ്റിംഗ് നേരെ തിരിച്ചാണ്. വർക്ക് പ്ലേസ് ചെക്ക് ചെയ്യും, ഉറപ്പായിട്ടും വർക്ക് പ്ലേസ് ചെക്ക് ചെയ്യും, വർക്കേഴ്സിന് ഇന്റർവ്യൂ ചെയ്യുകയും ചെയ്യും. ഇവിടെ നിൽക്കൂല. ടൈം കുറച്ച് പോരാ, മോർ ടൈം വേണം. ലെസ് കോസ്റ്റ്, കോസ്റ്റ് കുറച്ച് പോരാ, ഹൈ കോസ്റ്റ് വേണം. നല്ല കോമ്പീറ്റൻസി വേണം, ഹൈ ലെവൽ കോമ്പീറ്റൻസി ആവശ്യമാണ് ഓഡിറ്റിങ്ങിന്റെ സ്കില്ലിനെ പറ്റിയിട്ട്. എന്ന് മാത്രമല്ലടാ, സകലമായ ഡോക്യുമെന്റുകളെയും എന്താ പറയാ കീറി മുറിച്ച് പരിശോധിക്കും. എക്സാമിനിങ് ഡോക്യുമെന്റ് അതൊരിക്കലും ഇൻസ്പെക്ഷനിൽ ചെയ്യൂല. അപ്പൊ ഓഡിറ്റിംഗും ഇൻസ്പെക്ഷൻ തമ്മിൽ രാപ്പകൽ വ്യത്യാസമാണ്. ഇൻസ്പെക്ഷൻ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ കല്യാണ വീട്ടിലൊക്കെ മെയിൻ വെപ്പുകാരുണ്ടല്ലോ, അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്യൂല, ഒക്കെ ജസ്റ്റ് നോക്കും. പക്ഷേ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതല്ല. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് ഇങ്ങനെ ഡീപ്പ് ഡൈവിങ് ഇൻ ടു ദ സിസ്റ്റമാണ്. ഇപ്പോൾ ഉദാഹരണം ഫയർ എക്സ്റ്റിങ്ക്വിഷർ എന്ന് പറയുന്ന സാധനം ഇൻസ്പെക്ട് ചെയ്യുക ഓഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞ വ്യത്യാസം എന്താ? ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ അതിൽ സാധനം ഫിൽ ചെയ്തിട്ടുണ്ടോ, ഡേറ്റ് നോട്ടീസ് ചെയ്തിട്ടുണ്ടോ, കറക്റ്റ് ഹുക്ക് ചെയ്തിട്ടുണ്ടോ, ഓക്കെ റെഡി ടു യൂസ് ആണ്. ഇത്ര ഉള്ളൂ. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം നോക്കും. പ്ലസ് എന്താണ്, ഇതിന്റെ ട്രെയിനിങ് കൊടുത്തതിന്റെ മറ്റേതിന്റെ റെക്കോർഡ് എവിടെ, ഇതിന്റെ റെക്കോർഡ് എവിടെ, മറ്റേത് എവിടെ, മറിച്ചത് എവിടെ, വർക്കേഴ്സിന് അത് കിട്ടിയിട്ടുണ്ടോ, ഇത് കിട്ടിയിട്ടുണ്ടോ, റെഗുലർ ഇന്റർവെൽ ഇത് പ്ലാന്റ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് നടന്നിട്ടുണ്ടോ, കുറേ സാധനങ്ങളൊക്കെ പോടെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഓഡിറ്റ്. അതിന്റെ പേപ്പർ എവിടെ, ഇതിന്റെ പർച്ചേസ് ബില്ല് എവിടെ, A to Z വലിച്ചെടുക്കണാണ് എന്ത് ഓഡിറ്റിംഗ്. കഥ മനസ്സിലായില്ലേ? സോ ഓഡിറ്റിംഗ് ഇൻസ്പെക്ഷൻ തമ്മിൽ അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നതിന്റെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പഠിക്കണ്ടേ? ഇതെങ്ങനെയാണ് ഇത് ചെയ്യുക? ഓഡിറ്റിംഗ് ചെയ്യുന്നതിന്റെ ഒരു പ്രോസസ്സ് ഉണ്ട്. വാട്ട് ഈസ് ദ പ്രോസസ്? അത് ചെയ്യുന്ന രീതി 3 സ്റ്റെപ്പുകളാണ്. സ്റ്റെപ്പ് നമ്പർ 1 പ്രീ ഓഡിറ്റ് ആണ്. പ്രീ ഓഡിറ്റ്. സ്റ്റെപ്പ് നമ്പർ 2 ഡ്യൂറിംഗ് ഓഡിറ്റ് ആണ്. ഡ്യൂറിംഗ് ഓഡിറ്റ്. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 3 എൻഡ് ഓഫ് ഓഡിറ്റ് ആണ്. എൻഡ് ഓഫ് ഓഡിറ്റ്. 3 സ്റ്റെപ്പിൽ 3 കാര്യങ്ങളാണ് പെർഫോം ചെയ്യപ്പെടുന്നത്. പ്രീ ഓഡിറ്റ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബോള് നമ്മുടെ കോർട്ടിലാണ്, കമ്പനിയുടെ കോർട്ടിലാണ് ബോള്. ലീഗൽ റിക്വയർമെന്റ് ആണ് ഓഡിറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ലീഗൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഒരുങ്ങേണ്ടതുണ്ട്. നല്ല അടിപൊളി ഷർട്ടും കുപ്പായൊക്കെ ഇട്ട് നടക്കണം എന്നല്ല പറഞ്ഞത്. പ്രീ ഓഡിറ്റിന് വേണ്ടി ഓഡിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഓഡിറ്റ് എവിടെയാണ് ചെയ്യുന്നത്, എന്ത് ടൈപ്പാണ്, എവിടെയാണ്, ഏത് പ്ലേസിലാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ഏത് ഏരിയയിലാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ആ ഓഡിറ്റിന്റെ സ്കോപ്പ് എന്താണ്, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായില്ലേ? ഈ ഓഡിറ്റിന്റെ ടൈം ഫ്രെയിം എങ്ങനെയാണ്, തുടങ്ങേണ്ട ടൈം, അവസാനിക്കേണ്ട ടൈം, ഓഡിറ്റർ ആരാണ്, ഓഡിറ്റർ കോമ്പിറ്റൻസി, പലതും കാര്യങ്ങളും ഒക്കെ എന്താണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓഡിറ്റർക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുവേണ്ടിയുള്ള ഡോക്യുമെന്റ്സും എവിഡൻസുകളും ഒക്കെ സെറ്റാക്കിയിട്ട് വേണം വിളിക്കാൻ. വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. വിളിച്ചു കഴിഞ്ഞാൽ ബോൾ ഇത്രയും നേരം നമ്മൾ കോർട്ടി കിടന്ന് തട്ടായിരുന്നു. ഇനി ബോൾ നമ്മൾ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു, ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്തു. ബോൾ ഇങ്ങോട്ട് പാസ് ചെയ്താൽ ഡ്യൂറിങ് ഓഡിറ്റ് ആയി. ഓഡിറ്റർ വന്നു, അയാളുടെ ലംബോഗിനിയിൽ കയറി ആൾ വന്നു അല്ലേ, നേരെ വന്ന് ഇറങ്ങി, അടിപൊളി. നമ്മൾ നല്ല ചായയൊക്കെ കൊടുത്ത് വല്ലാണ്ട് ചിരിക്കൊന്നുമില്ല, കാരണം വല്ലാണ്ട് ചിരിച്ചു കഴിഞ്ഞാൽ പോയില്ലേ കഥ. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിറ്ററുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവൻ പുറത്തുനിന്ന് വന്ന ആളാണ്, ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ട ഒരു കാര്യം എനിക്കില്ല. അതുകൊണ്ട് നമുക്ക് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റൂലടാ, ഇൻഫ്ലുവൻസ് ചെയ്യാനും പറ്റില്ല. നേരെ വരും, നേരെ വന്ന് തോന്നിയോടത്തൊക്കെ പോയി നോക്കും, ചെക്ക് ചെയ്യും, എക്സാമിൻ ചെയ്യും, വർക്കേഴ്സിനായിട്ട് സംസാരിക്കും, ഡോക്യുമെന്റ് അതെടുക്ക്, ഇതെടുക്ക്, മറ്റേതെടുക്ക്, മറിച്ചതെടുക്ക്, ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യും. അപ്പൊ ഓഡിറ്ററുടെ മെയിൻ പരിപാടി ഓഡിറ്റിംഗ് നടക്കുമ്പോൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യലാണ്. ഞാൻ നേരത്തെ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞു, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ 3 മെത്തേഡ് ഉപയോഗിച്ചു. ഒന്ന് വിറ്റ്നസിന് ഇന്റർവ്യൂ ചെയ്തു. ഇവിടെ വിറ്റ്നസിനല്ല ഇന്റർവ്യൂ ചെയ്യുന്നത്, ഇവിടെ സ്റ്റാഫിനായിട്ട് എന്ത് ചെയ്യുന്നു, ഫോർമലായും ഇൻഫോർമലായും സംസാരിക്കുന്നു. അപ്പൊ ഒന്നാമത്തെ മെത്തേഡ് എന്താണ്, ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സ്റ്റാഫ് ഇന്റർവ്യൂ. സ്റ്റാഫിനോട് ചോദിക്കും, അങ്ങോട്ട് വന്നാൽ എന്താണ് ഇവിടെ സംഭവം, നിങ്ങൾ ആർ യു ഹാപ്പി അബൌട്ട് ഇറ്റ്, വാട്ട് അബൌട്ട് യുവർ വെൽഫെയർ ഹിയർ, വാട്ട് ദ ഫസ്റ്റ് എയ്ഡ്. അപ്പൊ അവർ പലതും പറയും. ആ മൊഴികളിൽ കോൺട്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്യും, വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യും, റൈറ്റ്? അങ്ങനെ സ്റ്റാഫിന് ഇന്റർവ്യൂ ചെയ്യും. രണ്ടാമത് അയാൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒബ്സർവേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ വർക്ക് പ്ലേസിൽ വന്നു,
ഇൻസ്പെക്ട് ചെയ്തു, മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു, അതിലെ ഫോട്ടോ സ്കെച്ചസ് ഒക്കെ നോക്കി, യെസ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ. മൂന്നാമത്തത് അയാൾ ചെയ്യുന്നത് സകലമാന ഡോക്യുമെന്റുകളും പൊക്കും. ഏറ്റവും ഇഷ്ടമുള്ള 2 വാക്കുകളാണ് ഓഡിറ്ററുടെ. ഷോമി, കാണിച്ചു കൊടുത്തു. ക്യാൻ യു പ്രൂവ് ഇറ്റ്? ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഈ 2 വാക്ക് പറയാനല്ലാണ്ട് ഈ വൃത്തിയായിട്ടോ വായോർക്കൂല. Show me the document, show me the first aid record, show me that medical record, show me accident record. And can you prove it that you have given the training? How can I believe it? ഇങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ല അത് ഇവിടെ ഞങ്ങളുടെ ഭ്രാന്ത് പിടിക്കാതെ എല്ലാം സെറ്റാക്കി വെക്കണം എന്ന് ഇനി പറഞ്ഞു. സോ ദാറ്റ് ഡോക്യുമെന്റ് എക്സാമിനേഷൻ, എന്തെല്ലാം ഡോക്യുമെന്റുകൾ ചോദിക്കും. ചിലപ്പോൾ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി കോപ്പി, പോളിസി ചോദിക്കും, ട്രെയിനിങ് റെക്കോർഡ്. നിങ്ങൾ ഇത്രയും നാൾ നമ്മൾ പഠിച്ച റെക്കോർഡുകളൊക്കെ നോക്കും. മെഡിക്കൽ റെക്കോർഡ്, ആക്സിഡന്റ് റെക്കോർഡ്, മെയിൻ്റനൻസ് റെക്കോർഡ്, സേഫ്റ്റി കമ്മിറ്റി മിനിറ്റ്, സിക്നസ് റെക്കോർഡ്, ആബ്സെന്റീസം, സ്റ്റാഫ് ടേൺ ഓവർ, സിക്നസ് കംപ്ലൈൻസ് അബൌട്ട് വർക്കിംഗ് കണ്ടീഷൻ, കോംപ്ലൈൻസ് ഓഫ് സേഫ്റ്റി റെഗുലേഷൻസ്, അങ്ങനെ ഫസ്റ്റ് എയ്ഡ്, വെൽഫെയർ, ഇൻഡക്ഷൻ ട്രെയിനിങ്, അങ്ങനെ എന്തൊക്കെ ഉണ്ടോ ആ റെക്കോർഡുകളെല്ലാം ഈ വൃത്തിയായിട്ടോ ചോദിക്കും. അപ്പൊ 3 സംഗതികൾ അയാൾ എന്ത് ചെയ്തു, പിന്നെ ഡ്യൂറിങ് ഓഡിറ്റിൽ അയാൾ സെറ്റ് ചെയ്തു. അതിനുവേണ്ടി സ്റ്റാഫിന് ഇന്റർവ്യൂ ചെയ്തു, ഡയറക്റ്റ് ഒബ്സർവ് ചെയ്തു, ഡോക്യുമെന്റ് എക്സാമിൻ ചെയ്തു. ആൻഡ് മൂവിങ് ടു ദ ലാസ്റ്റ് സിനാരിയോ, എൻഡ് ഓഫ് ഓഡിറ്റ്. അങ്ങനെ അയാളെ സമയം എല്ലാം കഴിയുമ്പോൾ അയാൾ ഓഡിറ്റിങ് എൻഡ് ചെയ്യും. ഓഡിറ്റിങ് എൻഡ് ചെയ്തിട്ട് അയാൾ പറയുന്ന വാക്കിനെയാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. എന്തെന്ന് പറയും? അയാളുടെ ഒബ്സർവേഷൻ, അയാളുടെ റെക്കമെൻഡേഷൻ ഒരു ഒബ്സർവേഷൻ ആയിട്ട് അയാൾ പറയും. ആ ഒബ്സർവേഷനിൽ ഒന്നുകിൽ മേജർ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ മൈനർ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടാവുള്ളൂ. മേജർ ആയിട്ടുള്ള നോൺ കോംപ്ലിയൻസ് അഥവാ നോൺ കൺഫർമൻസ് അഥവാ മേജർ ആയിട്ടുള്ള പാലിക്കപ്പെടാത്ത വയലേഷൻസ് ഉണ്ടെങ്കിൽ അവർ പറയും പൂട്ടിക്കോട്ടെ, പരിപാടി അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ അക്രഡീഷൻ റിമൂവ് ചെയ്യും, ISO പോലത്തെ അക്രഡീഷൻ കട്ട് ചെയ്യും. മേജർ. മൈനർ നോൺ കൺഫർമൻസ് ആണെങ്കിൽ റെക്കമെൻഡ് ചെയ്ത് ശരിയാക്കണം, ബട്ട് അക്രഡീഷൻ അലൗ ചെയ്യും. അങ്ങനെ അയാൾ ഒബ്സർവേഷൻ. അപ്പൊ എൻഡ് ഓഫ് ഓഡിറ്റിൽ അതാണ് സംഭവിക്കും. ചുരുക്കത്തിൽ ഓഡിറ്റ് കൊണ്ട് എന്താ സംഭവിച്ചത്? ഒന്നല്ലേ കമ്പനി പൂട്ടും, അല്ലെ കമ്പനി നന്നാവും. അതാ പറഞ്ഞത്, ഇറ്റ് ഈസ് ദ സിസ്റ്റമാറ്റിക്, ഒബ്ജക്റ്റീവ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ഹൗ വെൽ an organization management system is performed by examining എവിഡൻസ് എക്സാമിൻ ചെയ്തുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഡിറ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇതാടാ, പ്രീ ഓഡിറ്റ്, ഡ്യൂറിങ് ഓഡിറ്റ്, എൻഡ് ഓഫ് ഓഡിറ്റ്. അതിൽ രണ്ടിലൊന്ന് തീരുമാനാവും കേട്ടാ. അപ്പോ ഓഡിറ്റിംഗ് തന്നെ അപ്പൊ ക്ലിയർ അല്ലേ? ഓഡിറ്റിംഗിന്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവാണ്. ഓഡിറ്റിംഗിന്റെ ലാസ്റ്റ് പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എന്തുട്ടെന്ന് അറിയോടാ? അപ്പൊ നിങ്ങൾക്ക് സംശയം, ഓഡിറ്റർ പുറത്തുനിന്ന് വരുന്ന ആളാണോ, അകത്തുനിന്ന് ഇപ്പോൾ ഓഡിറ്റർ ഇല്ലേ? അപ്പൊ നമുക്ക് ഓഡിറ്റർ ആവാൻ എന്ത് ചെയ്യും? അവിടെ മുടിഞ്ഞ സാലറി ആണ് കേട്ടോ ഓഡിറ്റർക്കൊക്കെ, ഗംഭീര സാലറി കിട്ടുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഓഡിറ്റ് 2 ടൈപ്പ് ഓഡിറ്റ് ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റും ഉണ്ട്, എക്സ്റ്റേണൽ ഓഡിറ്റും ഉണ്ട്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്റേണൽ ഓഡിറ്റർ ഓർഗനൈസേഷൻ്റെ അകത്ത് തന്നെയുള്ള ഓഡിറ്ററാണ്, നമ്മൾ തന്നെ ഫിക്സ് ചെയ്യാനാണ് ഓഡിറ്ററായിട്ട്. എക്സ്റ്റേണൽ ഓഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, പുറത്തുനിന്ന് വരുന്ന പ്രൊഫഷണൽ ഓഡിറ്ററാണ്, ലീഗൽ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ തന്നെ വരുന്നതാണ്. അപ്പൊ ഇന്റേണൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്തൊക്കെയാണ്? ഇന്റേണൽ ഓഡിറ്റിന്റെ ഗുണം എന്താ? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന്, അയാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല, അപ്പൊ കറക്റ്റ് സാധനം കിട്ടും, നോ ഇൻഫ്ലുവൻസ്. എന്ന് മാത്രമല്ല അയാൾ ഭയങ്കര കോമ്പീറ്റന്റ് ആയിരിക്കും, കാരണം അയാളെ പണി ഓഡിറ്റിംഗ് ആണല്ലോ, അതുകൊണ്ട് അയാൾ ഹൈലി കോമ്പീറ്റന്റ് ആയിരിക്കും. റൈറ്റ്? കോമ്പീറ്റന്റ് ആയിരിക്കും. മാത്രമല്ല അയാൾ പറയണ റെക്കമെൻഡേഷൻ ഉണ്ടല്ലോ, ഒബ്സർവേഷൻ, ഭയങ്കര വെയിറ്റേജ്, ഭയങ്കര വാല്യൂ കാണും, കമ്പനി ഭയങ്കര വാല്യൂ കാണും, ഭയങ്കര റെക്കമെൻഡേഷൻസിനൊക്കെ ഭയങ്കര വെയിറ്റേജ് കിട്ടൂടാ. അയാളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഓടി നടക്കും കമ്പനി, അല്ലെങ്കിൽ ഇട്ടിന്റെ പണിയിട്ടുമല്ല. മാത്രമല്ല വൈഡർ എക്സ്പീരിയൻസ് അല്ലേ അയാൾക്ക് ഓഡിറ്റിങ്ങിൽ, വൈഡർ എക്സ്പീരിയൻസ്. ഇതൊക്കെ അയാളുടെ എന്താണ്? പോസിറ്റീവ് ഗുണങ്ങളാണ്. പക്ഷെ അയാളുടെ പ്രശ്നം എന്താണ്? വെള്ളാനാണ്, വൈറ്റ് എലിഫന്റ് ആണ്, ഭയങ്കര തിന്ന് മേച്ചുകൊണ്ട് അടക്കാൻ എളുപ്പമല്ല. കഴിയുമ്പോഴേക്കും കമ്പനി പരാവണമാരത്തെ നിങ്ങൾക്കറിയാം, മറ്റേ ഇവിടത്തൊക്കെ പോലെ ചില ഓഡിറ്റേഴ്സിന്റെ ഒക്കെ ഫൈനാൻഷ്യൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ തന്നെ ചാർജ് ചെയ്യുന്നത് കുറച്ച് ചില്ലറല്ല. ഇതുപോലെ തന്നെ സേഫ്റ്റി ഓഡിറ്റേഴ്സിന്റെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൈ കോസ്റ്റ് ആണ്, ഹൈ കോസ്റ്റ്ലി ആണ്, ടൈം ഒരുപാട് എടുക്കും, ടൈം കൺസ്യൂമിങ് ആണ്, ടൈം ഭയങ്കരമായിട്ട് വലിച്ചുകൊണ്ട് പോകും, ടൈം കൺസ്യൂമിങ് ആണ്, ഹൈ കോസ്റ്റ്ലി ആണ്. സംഗതി ശരി, അയാൾ ഭയങ്കര ഓഡിറ്ററൊക്കെയാണ് അയാൾക്ക്. പക്ഷെ നമ്മുടെ ബിസിനസ് അറിയൂലല്ല. അപ്പൊ നമ്മളെ ആള് തന്ന റെക്കമെൻഡേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളെ ബിസിനസ് സക്സസ് ആവില്ല. കാരണം നമ്മളെ ബിസിനസിന്റെ കുറച്ചുകൂടെ ഹൈപ്പും ബൈപ്പാസ് വഴിയും സ്ട്രാറ്റജി ഒക്കെ നമുക്ക് തന്നെ അറിയുള്ളൂ.
അല്ലെ? അപ്പൊ അയാൾ പറയുന്ന റെക്കമെൻഡേഷൻ പലതും കനോട്ട് ബി പ്രാക്ടിക്കൽ ആയിക്കൊള്ളണമെന്നില്ല. പിന്നെ ഒരു പ്രശ്നം എന്താണ്, വർക്കേഴ്സിന് ഇങ്ങോട്ട് വിളിക്കുമ്പോ കേൾക്കാത്ത മാതിരി അങ്ങോട്ട് പോകും. കാരണം എന്താ വെച്ചാൽ ഇയാളെ കാണുമ്പോ തന്നെ മൂത്രം പോവല. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സിനൊക്കെ ഒരു ഇന്റിമിഡേറ്റ് ഫീൽ ആയിരിക്കും, ഒരു സ്ട്രേഞ്ച് ഫീലാണ് ആർക്കും ഉണ്ടാവുക, സ്ട്രേഞ്ച് ടു വർക്കേഴ്സിന് ഒരു സ്ട്രേഞ്ച് ഫീലാണ് ഉണ്ടാവുക. മനസ്സിലായില്ലേ? ഇതാണ് എക്സ്റ്റേണൽ ഓഡിറ്റിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. ഇനി ഇത് സാധനം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എന്ത് സംഭവിച്ചു? ഇന്റേണൽ ഓഡിറ്ററുടെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ആയി. എക്സ്റ്റേണൽ ഓഡിറ്ററുടെ അഡ്വാൻറ്റേജ് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റേണൽ ഓഡിറ്ററുടെ എന്താണ്? ഡിസഡ്വാൻറ്റേജ് ആണ്. എക്സ്റ്റേണൽ ഓഡിറ്റർ അഡ്വാൻറ്റേജ് നോക്കാം, എന്താണ്? അയാൾക്ക് ഇൻഫ്ലുവൻസ് ഇല്ല. ഇന്റേണൽ ഓഡിറ്റർക്കോ ഇൻഫ്ലുവൻസ് ഉണ്ട്. ആളോട് നീ പറയല്ലേ ഏട്ടാ, ചായ മേടിച്ചേരാട്ടാ, പരിപ്പടം മേടിച്ചേട്ടാ, മിണ്ടരുതിട്ടാ, അത് അടുത്ത പ്രാവശ്യം ശരിയാക്കാം, കുഴപ്പമില്ലാട്ടാ, നടക്കട്ടെ എന്ന് പറയും സ്വാഭാവികമായിട്ട്. ദെൻ എക്സ്റ്റേണൽ അഡ്വാൻറ്റേജ് കോമ്പീറ്റന്റ് ആണ് ഓഡിറ്റിങ്ങിൽ. ഇന്റേണൽ ഓഡിറ്റർ എന്താണ്? കോമ്പീറ്റന്റ് അല്ല. കാരണം ആ സമയത്ത് വിളിച്ചേൽപ്പിച്ച പണിയാണ്. എടാ ഒന്ന് ഓഡിറ്റ് ചെയ്യട്ടാ, നമ്മൾ മെയിൻ ഓഡിറ്റ് വരുന്നപ്പോൾ അതിന് മുമ്പ് ഒന്ന് ഓഡിറ്റ് ഓക്കെ ചെയ്യാം. അത്രയ്ക്ക് കോമ്പീറ്റന്റ് ആയിരിക്കില്ല. കാരണം ഓഡിറ്റിംഗിൽ അത്ര സ്കില്ലില്ലല്ലോ. ലോ ആണ് ഓഡിറ്റിംഗ് വെച്ചാൽ ഫുൾ ലോയുമായി കണക്റ്റഡ് ആണ്. അതൊക്കെ ലോയുമായി അത്ര ബന്ധം ഉണ്ടാവില്ല. പിന്നെ റെക്കമെൻഡേഷൻ, ഇയാൾ പറഞ്ഞ റെക്കമെൻഡേഷൻ ഭയങ്കര വില ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇന്റേണൽ ഓഡിറ്റർ വന്ന ബാസി പറഞ്ഞ റെക്കമെൻഡേഷൻ അത്ര വില ഉണ്ടാവൂല. ബാസി പറയണതല്ലത്, ചെക്കനെ നമ്മളെ പയ്യനല്ലേ, കുഴപ്പമൊന്നുമില്ല, അത് ഇംപ്ലിമെന്റ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ അവിടെ ഇടും. പക്ഷെ അത് പെടപ്പ റെക്കമെൻഡേഷൻ ആയിരിക്കും. നമ്മ പറയില്ല മുറ്റത്തമ്മലൊക്കെ മാണില്ല, നാട്ടില് ഇവിടെ വീട്ടിലൊരു വിലയില് നാട്ടിൽ പുല്ല് വിലയെന്ന് പറഞ്ഞ മാതിരി നാട്ടുകാർക്ക് ഒരു വില ഉണ്ടാവൂലെന്ന്. ലോകത്ത് ഭയങ്കര സംഭവമായിരിക്കും, പക്ഷെ ഇയാൾക്ക് അവിടെ ഒരു വില ഉണ്ടാവൂല. ഓക്കെ, ദെൻ വൈഡർ എക്സ്പീരിയൻസ്, പറയേണ്ട എന്താ എക്സ്പീരിയൻസ്, ഒരു തേങ്ങില്ലല്ലോ. ഇനി ഇവന്റെ ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾ നോക്കിയാൽ അതിന്റെ അഡ്വാൻറ്റേജ് ആണ്. ഹൈ കോസ്റ്റ്ലി, ചായക്കും പരിപ്പടൊക്കെ എത്ര റുപ്യ വരും. ഓക്കെ, ടൈം കൺസ്യൂമിങ്, എന്ത് ടൈം, അവൻ പറഞ്ഞ സമയത്ത് തീർത്തരും, അതിന് മുമ്പ് തീർത്തരും, അവനക്ക് അതിലും സന്തോഷം. നോട്ട് പ്രാക്ടിക്കൽ, അല്ലല്ല, അവൻ മുഴുവൻ പ്രാക്ടിക്കലായി പഠിച്ചോനാ. അവൻ പറയുന്ന സാധനം ഒക്കെ ടൈപ്പായിരിക്കും, നല്ല കൃത്യമായ പ്രാക്ടിക്കൽ സാധനം ആയിരിക്കും പറയാം. സ്ട്രേഞ്ച് ടു വർക്കേഴ്സിനെ കാണുമ്പോൾ ഓടി കളിക്കോ? ഒരിക്കലും ഇല്ല. വർക്കേഴ്സിന് തോളി കൈയിട്ടായിരിക്കും ഓഡിറ്റിംഗ് ചെയ്യുക. വളരെ സിമ്പിൾ ആയിട്ട് എക്സ്റ്റേണൽ ഓഡിറ്ററും ഇന്റേണൽ ഓഡിറ്ററിന്റെ അഡ്വാൻറ്റേജ് തിരിച്ചും മറിച്ചിട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. അപ്പൊ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ് പിള്ളേരുകളെ. ഡാപ്പുവനെ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം മനസ്സിലായില്ലേ? ഓഡിറ്റിങ്ങിന്റെ ഒരു സാധനം എന്ന് പറഞ്ഞാലുണ്ടല്ല, ഇങ്ങനെ കുഴിച്ച് പഴുപ്പെടുക്കണ പരിപാടിയാണ്. എങ്ങനെയൊക്കെ ഫാൾട്ടിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് അതൊരു റെക്കമെൻഡേഷൻ ആയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ഓർഗനൈസേഷൻ, ഇതെല്ലാം എന്തിനാണ്? ഓർഗനൈസേഷന്റെ ബെറ്റർമെന്റിനും കൂടെ ഉണ്ടാ. ഓർഗനൈസേഷൻ അങ്ങനെ പോകണമെങ്കിൽ പക്ക സേഫ്റ്റി ബെഞ്ച് മാർക്കിംഗ് ആവും. ഹലോ, ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താ സാധനം എന്നറിയോ? ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ തന്നെ കമ്പാരിസൺ ചെയ്യുമ്പോൾ, മുന്നത്തെ വെച്ച് ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ പെടപ്പനാവും. മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ ഇതേപോലത്തെ കമ്പനിയുടെ പെർഫോമൻസ് നമ്മളെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കണമെന്ന് അറിയാം. ഇതാണ് ഈ കമ്പാരിസന്റെ പേരാണ് ബെഞ്ച് മാർക്കിംഗ്. അപ്പൊ ഈ ബെഞ്ച് മാർക്കിങ്ങിന് ഓഡിറ്റിംഗ് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റൂട്ടാ. നമ്മളെ ബെഞ്ച് മാർക്കിംഗ്, ഇൻഡസ്ട്രിയൽ ബെഞ്ച് മാർക്കിംഗ് കൂടും. മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് ഓഡിറ്റിംഗ് എന്ന് പറയണേ. അപ്പൊ ഓഡിറ്റിംഗ് ചാപ്റ്റർ കഴിഞ്ഞൂടാ, ഓഡിറ്റിംഗ് കഴിഞ്ഞു. 4ാമത്തെ എലമെന്റ് 3ാമത്തെ യൂണിറ്റ് കഴിഞ്ഞ്. എന്താണ് പറയുന്നത്? വല്ലതും മനസ്സിലാവണ്ട? ഇത്രയുള്ള സംഭവം എപ്പോട്ടിരുന്നിട്ട് കേട്ടാൽ എന്ത് ഇത്രയുള്ളൂടാ? ഓഡിറ്റിംഗ്, ഇതാണ് സംഭവം. ആൻഡ് ലാസ്റ്റ് യൂണിറ്റിലേക്ക് പോവാണ്. വെറും 2 പേജുള്ളോട്ടെ യൂണിറ്റ്. ലാസ്റ്റ് യൂണിറ്റ് വെറും 2 പേജ്. ടിക് 1, ടിക് 2, ടിക് 3. റിവ്യൂ ഒന്നും കൂടെ ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ റിവ്യൂ, ഒന്നും കൂടെ തിരിഞ്ഞു നോക്ക്, അതാണ് റിവ്യൂ. എനിക്ക് അത്ര പറയാനുള്ളൂ. ഇത്രയും നേരം പഠിച്ചതിന് ഒന്നും കൂടെ തിരിഞ്ഞു നോക്ക്, അതാണ് റിവ്യൂ. ടെക്സ്റ്റ് ബുക്കിൽ 2 പേജ് കൊണ്ട് അവസാനിപ്പിച്ച ഈ യൂണിറ്റിൽ നിന്നാണ് 25-30 മാർക്കിന്റെ ചോദ്യം അടക്കം വരിക. കാരണം എന്താണെന്ന് അറിയോ? റിവ്യൂ, രണ്ടാമത് നോക്കാൻ. ഇത്രയും നമ്മൾ പറഞ്ഞില്ലേ? മോണിറ്ററിങ് എന്തിനു ചെയ്യുന്നു, ഇവാലുവേഷൻ എന്തിനു ചെയ്യുന്നു, ആക്റ്റീവ് റിയാക്റ്റീവ് മോണിറ്ററിങ് എന്തിനു ചെയ്യുന്നു? ഒരു കറക്റ്റീവ് ആക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? ഓഡിറ്റിംഗ് എന്തിനു ചെയ്യുന്നു? ഒരു ചെക്കിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെക്കിംഗ് ആണ്. കീ എലമെന്റ്സ് ഓഫ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഒരു ചെക്കിങ്ങിലാണ് നമ്മളത് ചെയ്യുന്നത്. ഇതെല്ലാം റിവ്യൂ എന്തിനാ ചെയ്യുന്നത്? റിവ്യൂ ഒരു കറക്റ്റീവ് ആക്ഷൻ ആണ് അല്ലേ? അല്ലെങ്കിൽ ഒരു ചെക്കിംഗ് ആണ്. എന്തിനാണ് റിവ്യൂ ചെയ്യുന്നത്? വാട്ട് ഈസ് മീൻ ബൈ റിവ്യൂ? ഇതുവരെയുമുള്ള എല്ലാ സാധനത്തിനും ഒന്നുകൂടെ നോക്കുന്നത് എന്തിനാണ്?
നമ്മൾ പറയാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞ സാധനമെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ. ഉദാഹരണം, റിസ്ക് അസസ്മെന്റിൽ പ്രൊവൈഡ് ട്രെയിനിങ് ടു വർക്ക് അറ്റ് ഹൈറ്റ് വർക്കേഴ്സ് ഒരു പോർഷൻ ഉണ്ട്. എന്നിട്ട് നമ്മൾ ടൈം കൊടുത്തത് 1 വീക്കാണ്. 1 വീക്ക് കഴിയുമ്പോൾ നമ്മൾ അതിനെ റിവ്യൂ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ സംഭവം? 1 വീക്ക് കഴിയുമ്പോൾ നമ്മളൊന്ന് പോയി നോക്കുന്നു, വാസ് ഇറ്റ് ഇംപ്ലിമെന്റഡ് ഓർ നോട്ട്. ഇതാണ് റിവ്യൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇഫ് ദ ഓർഗനൈസേഷൻ ഈസ് റണ്ണിങ് ഓൺ ടാർജറ്റ്. നമ്മൾ പറഞ്ഞ ടാർജറ്റ് ടൈം പീരീഡിലാണോ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ആർ വി ഓൺ ടാർജറ്റ്? ടാർജറ്റിലാണെങ്കിൽ വെരി ഗുഡ്, കണ്ടിന്യൂ. ടാർജറ്റിൽ അല്ലെങ്കിൽ ഇഫ് നോട്ട്, അങ്ങനെ അല്ലെങ്കിൽ വൈ, എന്തുകൊണ്ടല്ല. കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിവ്യൂ ചെയ്യുന്നത്. പലപ്പോഴും കറക്റ്റീവ് ആക്ഷൻ എടുക്കാനാണ് നമ്മൾ. ഫൈനൽ ആണല്ല, ഇനിയും എവിടെയെങ്കിലും മിസ്സായിട്ടുണ്ടോ നോക്കലാണ് റിവ്യൂ. കറക്റ്റീവ് ആക്ഷൻ എടുക്കാനാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ റിവ്യൂ ചെയ്യാന്നുള്ളത് യഥാർത്ഥത്തിൽ ആരുടെ റെസ്പോൺസിബിലിറ്റിയാ? സത്യത്തിൽ ടോട്ടൽ മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്? റിവ്യൂ ചെയ്യാൻ. കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കലാണ് റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കണ്ടിന്യൂവൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയുള്ള ഒരു പക്ക ശ്രമമാണ് റിവ്യൂ. മനസ്സിലായില്ലേ? അപ്പൊ ഈ റിവ്യൂ ചെയ്യുന്നത് ആരാണ്? ഹേയ്, അങ്ങനെ ഉണ്ടല്ല. റിവ്യൂ ചെയ്യുന്നത് ഇയർലി ടോപ്പ് മാനേജ്മെന്റ് ആണ്. ഹലോ, ഇയർലി ടോപ്പ് മാനേജ്മെന്റ് ആണ്. ആനുവലി ടോപ്പ് മാനേജ്മെന്റിന് റിവ്യൂ ചെയ്യാൻ ആനുവലി ഒരു ദിവസം മാർച്ച് 21 കയറിയിട്ട് ആനുവൽ റിവ്യൂ നടത്താൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരു കൊല്ലത്തെ പെർഫോമൻസ് അങ്ങനെ ഒറ്റയടിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് ആരാണ് ഇവിടെ? അതിനുള്ള ഇൻപുട്ട് കൊടുക്കുന്നത് മിഡിൽ മാനേജ്മെന്റ് ആണ്. എന്നാണ് ഇൻപുട്ട് കൊടുക്കുന്നത്? എല്ലാ ക്വാർട്ടർലിയും, എല്ലാ 4 മാസം കൂടുമ്പോഴും ഇൻപുട്ട് കൊടുക്കും. എല്ലാ 4 മാസം കൂടുമ്പോഴും മിഡിലിന് ഇൻപുട്ട് കൊടുക്കുന്നത് ആരാണ്? ലൈൻ മാനേജ്മെന്റ് ആണ്. ലൈൻ മാനേജ്മെന്റ് അവരെന്ത് ചെയ്യുന്നു? എല്ലാ മന്ത്ലിയും എന്ത് ചെയ്യുന്നു? പെർഫോമൻസ് റിവ്യൂ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ വീക്കിലും പെർഫോമൻസ് റിവ്യൂ ചെയ്യും. അപ്പൊ എല്ലാ മന്ത്ലിയും റിവ്യൂ ചെയ്ത പെർഫോമൻസ് ക്വാർട്ടർലിക്ക് മിഡിൽ മാനേജ് എല്ലാ ക്വാർട്ടർലിയും ടോപ്പ് മാനേജ്മെന്റ് കൊടുക്കും. ടോപ്പ് മാനേജ്മെന്റ് ആനുവലി റിവ്യൂ ചെയ്യണം. അപ്പൊ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ തന്നെ പിടിക്കപ്പെടും. ഇവിടെ തന്നെ പിടിച്ചിട്ടാണ് അങ്ങോട്ട് പോകണല്ലോ. കഥ മനസ്സിലായില്ലേ? അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാ ഏരിയയിലും ഉള്ള കാര്യങ്ങളെ കൃത്യമായിട്ട് പെർഫോമൻസ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് റിവ്യൂയിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, 25 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, what are the points to be considered in order to review, in order to improve health and safety performance of an organization? ഒരു ഓർഗനൈസേഷൻ റിവ്യൂ ചെയ്യാൻ, സേഫ്റ്റി പെർഫോമൻസിന് ഇംപ്രൂവ് ചെയ്യാൻ എന്തെല്ലാം പോയിന്റ് കൺസിഡർ ചെയ്യണം? മനസ്സിലായില്ല? എന്തെല്ലാം പോയിന്റ്സ് കൺസിഡർ ചെയ്തിട്ട് വേണം എന്തെല്ലാം പോയിന്റ്സ് കൺസിഡർ ചെയ്യണം ഒരു ഓർഗനൈസേഷന്റെ സേഫ്റ്റി പെർഫോമൻസിനെ റിവ്യൂ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. വളരെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് വന്നാൽ. കാരണം എന്താണെന്നറിയോ? എന്തൊക്കെ പോയിന്റ്സ് സിനാരിയോ തന്നിട്ടുണ്ടോ അതൊക്കെ എഴുതാം. സിനാരിയോയിലെ ആക്സിഡന്റിനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ ആക്സിഡന്റിനെ കൺസിഡർ ചെയ്യണം. സിനാരിയോയിലെ ആബ്സെന്റീസും പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ അത് കൺസിഡർ ചെയ്യണം. സിനാരിയോയില് ലീഗൽ റെഗുലേഷൻസ് ബ്രീച്ച് ചെയ്യണതിനെ പറ്റി പറഞ്ഞു, അപ്പൊ അത് റിവ്യൂ ചെയ്യണം. സിനാരിയോയില് സ്റ്റാഫ് ടേൺ ഓവർ റേഷ്യോനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അത് റിവ്യൂ ചെയ്യണം. സിനാരിയോയില് ക്വാളിറ്റി ചെക്കിങ്ങിനെ പറ്റി പറഞ്ഞു, അപ്പൊ അത് റിവ്യൂ ചെയ്യണം. സിനാരിയോയില് ഫസ്റ്റ് എയ്ഡിനെയും എമർജൻസി പ്രൊസീജിയറിനെയും വെൽഫെയറിനെയും പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹെൽത്ത് സർവൈലൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സിനാരിയോയില് ട്രെയിനിങ്ങിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സിനാരിയോയില് ഇൻഡക്ഷൻ ട്രെയിനിങ് ടു കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിനാരിയോയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം പിടിച്ചിട്ട് എന്ത് ചെയ്യണം? റിവ്യൂ ചെയ്യണം. സിനാരിയോയിൽ ക്വാളിറ്റി അഷുറൻസ് റിപ്പോർട്ട്സിനെ പറ്റി പറഞ്ഞു, അത് റിവ്യൂ ചെയ്യണം. സിനാരിയോയിൽ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യണതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിനെ പിടിച്ച് റിവ്യൂ ചെയ്യണം. സിനാരിയോയിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ പ്രീവിയസ് റെക്കോർഡ്സ് ഫൈൻഡിങ്സിനെ പറ്റി പറഞ്ഞു, അപ്പൊ അത് റിവ്യൂ ചെയ്യണം. അതെല്ലാം പിടിച്ച് റിവ്യൂ ചെയ്യണം എന്ന് എഴുതിയ 25 മാർക്ക് കിട്ടി സുഹൃത്തെ. അപ്പൊ ഇത്ര ഉള്ളു സംഭവം. അപ്പൊ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിൽ വരുന്നത് ഹോൾ പിക്ചറാണ്. മൊത്തം സാധനത്തിന് റിവ്യൂ ചെയ്യണം എന്നുള്ള ഒരു പിക്ചറാണ് നമ്മുടെ ഉള്ളില് റിവ്യൂ എന്ന് പറയുമ്പോൾ വരേണ്ടത്. മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഹാപ്പി ആയിട്ടൊന്നും ഇരുന്ന ഞിപ്പേട്ടാണ്, ഞിപ്പൊള്ളിയാണ്, പറന്ന് വെട്ടാനാണ് പോണത്. മനസ്സിലാവുന്നുണ്ടാ? തമാശ കളിയല്ല, കളിക്കണ കളിയല്ല, കുളിക്കണ കുളമല്ല, വേറെ ലെവല് പൊളിക്കാന് പോണത്. എക്സാമിന് ചാട്ടി ചാട്ടി നിൽക്കാൻ പോവാണ്. ഇനി ഫുൾ പവർ, ഫുൾ ഓൺ, ഫുൾ എനർജി ബും എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കേറണ്. മനസ്സിലാവണ്ട? സോ ലാസ്റ്റ് എലമെന്റിൽ നമ്മൾ ആക്റ്റീവ് മോണിറ്ററിംഗും പറഞ്ഞ്, റിയാക്റ്റീവ് മോണിറ്ററിംഗും പറഞ്ഞ്, റിപ്പോർട്ടിങ്ങും പറഞ്ഞ്, റെക്കോർഡിങ്ങും പറഞ്ഞ്, ഇൻവെസ്റ്റിഗേഷനും പറഞ്ഞ്
ഓഡിറ്റിങ്ങും പറഞ്ഞ് എക്സ്റ്റേണൽ ഓഡിറ്റിങ്ങും പറഞ്ഞ് ഇന്റേണൽ ഓഡിറ്റിങ്ങും പറഞ്ഞ് ലാസ്റ്റ് റിവ്യൂവും പറഞ്ഞ് പുല്ല് കഴിഞ്ഞ് ഇത്രയുള്ള സംഭവം ഇത്രയുള്ള സംഭവം നെബൂഷ് കഴിഞ്ഞൂടാ. സോ കഥ മനസ്സിലായില്ലേ? ഇനി നമ്മൾ മൊത്തം എടുത്തിട്ട് അങ്ങോട്ട് പിടിച്ചു നോക്കിയേ. മൊത്തം എടുത്ത് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ മോറലായാലും ലീഗലായാലും എക്കണോമിക് ആയാലും ഫൈനാൻഷ്യൽ ആയാലും പോളിസി ആയാലും ISO ആയാലും ILO ആയാലും ഇനി അത് കഴിഞ്ഞിട്ട് സേഫ്റ്റി കൾച്ചർ ആയാലും ഇംപ്രൂവിങ് സേഫ്റ്റി കൾച്ചർ ആയാലും ഓർഗനൈസേഷൻ സേഫ്റ്റി ബിഹേവിയർ ആയാലും റിസ്ക് അസസ്മെന്റ് ആയാലും മാനേജ്മെന്റ് ഓഫ് ഇമ്പാക്ട് ഓഫ് ചേഞ്ച് ആയാലും സേഫ് സിസ്റ്റം ഓഫ് വർക്ക് ആയാലും പെർമിറ്റ് വർക്ക് ആയാലും ഫസ്റ്റ് എയ്ഡ് ആയാലും എമർജൻസി പ്രൊസീജിയർ ആയാലും ആക്റ്റീവ് മോണിറ്ററിംഗ് ആയാലും റിയാക്റ്റീവ് മോണിറ്ററിംഗ് ആയാലും സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ആയാലും റിപ്പോർട്ടിംഗ് ആയാലും റെക്കോർഡിംഗ് ആയാലും ഓഡിറ്റിംഗ് ആയാലും എക്സ്റ്റേണൽ ഓഡിറ്റ് ആയാലും ഇന്റേണൽ ഓഡിറ്റ് ആയാലും റിവ്യൂ ആയാലും വെറും പുല്ല്. പറഞ്ഞ മനസ്സിലായില്ലേ? വെറും പൂച്ചക്കാട്ടം. അത്ര ഉള്ള സംഭവം. ഇത്രയും സാധനങ്ങൾ നമ്മൾ തലയിൽ കിടന്ന് ഡ്രൂന്നും പറഞ്ഞ് ഫുള്ള് നമ്മളെ ശരീരത്തിൽ കിടന്ന് അടിക്കണം. നമ്മൾ ചെയ്യേണ്ട പരിപാടി ടെക്സ്റ്റ് ബുക്ക് ഒരു 10 പ്രാവശ്യം വായിച്ചു നോക്കാം. വായിച്ചു നോക്കാന്ന് പറഞ്ഞാൽ ഓരോ സെന്റൻസ് ഇരുന്ന് വായിച്ച് പഠിപ്പിച്ചിട്ട് ആവണ്ട. വെറുതെ ചുണ്ടും പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ പോവാ. റൗണ്ട് അടിക്കുക. അത്ര വേണ്ടു. ബാക്കി എക്സാമിന്റെ അന്ന് 24 മണിക്കൂർ തന്നെ ആയിരിക്കണം കേട്ടോ. നമുക്ക് 24 മണിക്കൂർ ഫുള്ള് ഡേ നൈറ്റ് ഉറങ്ങാതെ കട്ടയ്ക്ക് കൂടെ കൂടെ ഉണ്ടാവും. ആകെ ചെയ്യേണ്ടത് നമ്മൾ സിനാരിയോ വർക്കൗട്ട് ചെയ്യും, പോയിന്റ്സ് തരും. ആ പോയിന്റ്സ് എന്ത് ചെയ്യുക, പെട്ടച്ചങ്ങടെ അടിച്ച് കയറ്റിക്കോ. എങ്ങനെ ചെയ്യണം എന്നുള്ളത് നമ്മൾ പറയും. എങ്ങനെ അത് ഫ്രെയിം ചെയ്യണം നമ്മൾ പറയും. അതിനൊന്ന് നമ്മൾ റിവ്യൂ ചെയ്യും. എന്നിട്ട് അങ്ങോട്ട് മനസ്സിലാവട്ടെ പറഞ്ഞേ. ഒരൊറ്റ ടാസ്ക് ഉള്ളോട്ടാ, ഉറപ്പായിട്ടും പാസ്സാകാന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ചിന്തയും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കർണപുടങ്ങളെ നിങ്ങൾക്കുണ്ടാകരുത്. ആ ഫയറിലാണ് എന്തുണ്ടാവേണ്ടത്, നമ്മൾ ഉണ്ടാവേണ്ടത്. ഒരു നിലക്കും വിട്ടൊടുക്കൂല, അടിച്ചിട്ടിരിക്കും എന്നുള്ളതാണ്. നെബോഷിലേക്ക് എത്തുന്ന 1 ലക്ഷത്തി 2 ലക്ഷത്തി ചില്ലാനും ആൻസർ ഷീറ്റുകളിൽ NMന്റെ പിള്ളേരുടെ ആൻസർ ഷീറ്റ് വേറിട്ട് നിൽക്കും, യുണീക്കായി നിൽക്കും, ഡിസ്റ്റിങ്ഷ്ഡ് ആയി നിൽക്കും, ഡിസ്റ്റിങ്ഷനോടെ നിൽക്കും. ഉയർന്ന് പറന്ന് ടോപ്പിൽ കയറി അടിക്കുമ്പോ ടോപ്പിൽ കയറി വെട്ടിട്ടിരിക്കും പിള്ളേരുകളെ, യാതൊരു സംശയമില്ലടാ. സോ ആ ഒരു ഫയറിൽ ഞാൻ നിന്നോട് ഓൾ ദ ബെസ്റ്റ് അടിക്കണ്ട. ബാക്കി നമ്മൾ എക്സാമിന് കാണൂട്ടാ. ഇനി ഒരു സിനാരിയോ കേസ് സ്റ്റഡിയും കൂടെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. മോഡൽ കേസ് സ്റ്റഡി അതും കൂടെ കഴിയുമുണ്ടല്ലോ. അതിങ്ങനെ കൂടെ കയറും. മനസ്സിലാവണ്ട? എന്നിട്ട് one of the best of the safety officer and safety engineers ഇൻഡസ്ട്രിയിലായിട്ട് മാറിയിട്ട് എന്നെ ഒരു വിളിയുണ്ട്. എന്നെ അടച്ചൂട്ടാ. ഇപ്പത് വിടണ്ട, ഇന്ന സ്ഥലത്തണ്ട, അയർലൻഡിലുണ്ട, UK-ലുണ്ട, കാനഡയിലുണ്ട, മിഡിൽ ഈസ്റ്റിലുണ്ട, കുവൈറ്റിലുണ്ട, പെടക്കും. കഥ മനസ്സിലാവണ്ട? ആ എനർജിയിൽ, ആ ഫയറിൽ, ആ ഒരു ഫീലിൽ, ആ ഒരു എക്സ്പീരിയൻസിൽ ലോകം മുഴുവൻ നന്മ പരത്താൻ നിങ്ങൾക്കാവട്ടെ. Thank you so much and had a wonderful time. I was actually speaking to you from my bottom of my heart. എനിക്ക് നിങ്ങളെ കാണാം, നിങ്ങളെ കണ്ണുകളെ എനിക്ക് കാണാം, എനിക്ക് നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ പെടക്കണത് കാണാൻ പറ്റുന്നുണ്ട്. ആ എനർജിനെ ഞാൻ അങ്ങോട്ട് വിടുകയാണ് കേട്ടാ, ലോകത്തേക്ക് വിടുകയാണ്. ഈ എനർജിയും കൊണ്ട് നിങ്ങൾ പറക്കണം. ഈ എനർജി മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, ട്രാൻസ്മിറ്റ് ചെയ്യണം, മാക്സിമം പറയണം, പാസ്സായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്കണം. മനസ്സിലാവുണ്ടോ? ഒരുപാട് സ്ഥലങ്ങളിൽ പ്രൂവ് ചെയ്യാനുണ്ട്. ആൻഡ് പ്രൂവ് യുവർ സെൽഫ്. ദാറ്റ് ഈസ് മൈ ഫൈനൽ വേർഡ്. താങ്ക് യു സോ മച്ച്.